എന്താണ് എന്നെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട് ഇജ്ജ് ഇവിടെ മരുന്ന് എടുത്ത് കൊടുക്കാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരിടങ്ങേറുണ്ട് ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ. എൻ്റെ പേര് സലാഹുദ്ദീൻ. ഞാൻ BAMS ആയിരുന്നു, ആയുർവേദ ഡോക്ടർ ആവാനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അത് കുറച്ച് സപ്ലി ഇതൊക്കെ ആയിട്ട് ഞാൻ അടുത്ത എക്സാമിന് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു പഠിച്ചത്. ഇപ്പം കുറച്ച് കാലം എന്ത് ചെയ്തു, വാപ്പാൻ്റെ ബിസിനസ് അത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നാട്ടിലോട്ട് പോകുന്നു. ഇവിടെ പെരിന്തൽമണ്ണ ഒരു ആയുർവേദിക് ഷോപ്പ് ഉണ്ട് വാപ്പാക്ക്. മരുന്ന് വാങ്ങാൻ വരുന്നവരും ചോദിക്കും, കുടുംബക്കാരും ചോദിക്കും, നാട്ടുകാരും ചോദിക്കും, എന്താണ് എന്നെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട് ഇജ്ജ് ഇവിടെ മരുന്ന് എടുത്ത് കൊടുക്കാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരിടങ്ങേറുണ്ട് ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തെങ്കിലുമൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം വേറെ രീതിയിലാണ്. അപ്പോൾ അവിടെ ഏറ്റവും കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ മാർക്കറ്റിങ്ങും പരിപാടികളൊന്നുമില്ല. ലാസ്റ്റ് ഞാൻ നിൽക്കുമ്പോഴാണ് അഡോപ്സ് ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റ് അക്കാദമി തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞത്. കാരണം പേഴ്സണൽ ബ്രാൻഡിങ് ഉപ്പാൻ്റെ ചെയ്തത് അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എക്സ്പീരിയൻസ് ആണല്ലോ അവർ എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പിന്നെ കൂടുതൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ അക്കാദമി ചൂസ് ചെയ്തത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ എടുക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നണേ ഇല്ല. ഇപ്പം നമ്മൾ ഓൾറെഡി അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പം തന്നെ എനിക്ക് എന്തൊക്കെ ചെയ്താലോ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ എന്നെ പോലെ തന്നെ ഇതുപോലെ വെറുതെ ഇരിക്കണവർ അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ പുതിയൊരു ഐഡിയാസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ്. അതിൽ ഞാൻ ടെക്സ്റ്റ അക്കാദമി സജസ്റ്റ് ചെയ്യും.